നിങ്ങളുടെ ക്ലൗഡ് എപ്പോഴും ജനറിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണോ തരുന്നത്? അതിന് കാരണം ക്ലൗഡ് അല്ല, ഈ സെറ്റിംഗ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നതാണ്. ക്ലൗഡ് ഒരുപാട് കാലമായി ഉപയോഗിക്കുന്ന ഒരാൾ മിക്ക ആളുകൾക്കും അറിയാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഷെയർ ചെയ്തിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയ 5 കാര്യങ്ങൾ പറയാം. ഒന്നാമത്, കസ്റ്റം സ്റ്റൈൽ. ഞാൻ ക്ലൗഡിന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെയാണ്: ഡോണ്ട് ജസ്റ്റ് അഗ്രി വിത്ത് മീ, തിങ്ക് ലൈക്ക് എ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ചലഞ്ച് മൈ അസംഷൻസ്, പോയിന്റ് ഔട്ട് ഫ്ലോസ്, സജസ്റ്റ് ബെറ്റർ അപ്രോച്ചസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രേഡ് ഓഫ് ബിഫോർ റെക്കമെൻഡിംഗ് a solution. Prioritize production-ready, scalable and maintainable code over quick fixes. ഇത് സെറ്റ് ചെയ്യാൻ 2 മിനിറ്റ് മതി, പക്ഷെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ഒരുപാട് മാറും. രണ്ടാമത്, പ്രൊജക്ട്സ്. നിങ്ങളുടെ കോൺടെക്സ്റ്റ്, ഡോക്യുമെന്റ്സ്, പ്രീവിയസ് വർക്ക്സ് ഇതെല്ലാം ഒരിക്കൽ ആഡ് ചെയ്താൽ മതി. ഓരോ ചാറ്റിലും വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്, എപ്പോഴും ടോപ്പ് എൻഡ് മോഡൽ യൂസ് ചെയ്യരുത്. മിക്ക ജോലികൾക്കും സോണറ്റ് മതി, അത് ഫാസ്റ്റ് ആണ്. ഹാർഡ് ആയിട്ടുള്ള ജോലികൾക്ക് മാത്രം ഓപ്പസ്, ഫേബിൾ പോലെയുള്ള മോഡൽസ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ യൂസേജ് ലിമിറ്റ് തീർന്നു എന്ന കംപ്ലൈന്റ് തന്നെ കുറയും. നാലാമത്, ക്ലൗഡ് സ്കിൽസ്. ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡിനെ ഒരു സ്പെസിഫിക് ജോലി ചെയ്യാൻ ട്രെയിൻ ചെയ്ത ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. ഉദാഹരണത്തിന്, കോഡ് റിവ്യൂ ചെയ്യാൻ ഒരു സ്കില്ല്, PRD എഴുതാൻ ഒരു സ്കില്ല്, കോണ്ടന്റ് എഴുതാൻ ഒരു സ്കില്ല്. ഒരേ ഇൻസ്ട്രക്ഷൻസ് എല്ലാ തവണയും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഒരിക്കൽ സ്കില്ല് ക്രിയേറ്റ് ചെയ്താൽ ആവശ്യമുള്ളപ്പോൾ ക്ലൗഡ് അത് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യും. അതുകൊണ്ട് ഔട്ട്പുട്ട് കൂടുതൽ കൺസിസ്റ്റന്റ് ആവുകയും ചെയ്യും. കൂടാതെ ഓരോ ചാറ്റിലും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. അഞ്ചാമത്, ക്ലൗഡ് കോഡ്. ഒരു ടാസ്ക് ഒരു സബ് ഏജന്റിന് കൊടുത്തിട്ട് നിങ്ങൾ അടുത്ത ജോലി കണ്ടിന്യൂ ചെയ്യാം. 2 ജോലിയും പാരലലായി നടക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ പോസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്: ജനറിക് ഔട്ട്പുട്ട് മീൻസ് എ ജനറിക് പ്രോംപ്റ്റ്. ഇറ്റ്സ് എ സ്കിൽ ഇഷ്യൂ, നോട്ട് എ മോഡൽ ഇഷ്യൂ. ദ പീപ്പിൾ ഷിപ്പിംഗ് റിയൽ പ്രോഡക്ട്സ് aren't using a smarter cloud. They just set it up to do the work. ഈ ഒരു സെന്റൻസ് ഓർമ്മിച്ചാൽ മതി. നല്ല ഔട്ട്പുട്ട് വേണമെങ്കിൽ ആദ്യം നല്ല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പഠിക്കണം.